രണ്ടാമത് ഈ ബലൂണ. ഒരുമിച്ച് ദുആ ചെയ്യൻ കൂലിയുള്ള ആധുനികരായ ആലിമീങ്ങളായി പറയണത്, സലഫ് സ്വാലിഹീങ്ങളായ ഇമാമിങ്ങളായി പഠിപ്പിക്കുന്നത്, അവലും ആഖിറും മുൻഗാമികളും പിൻഗാമികളും പറയുന്നത് ഒരുമിച്ച് ദുആ ചെയ്യൻ. നല്ല കാര്യമാണ്, അതിലൊന്നും വരാൻ പോണില്ല. നന്മയല്ലാതെ പിന്നെ എന്താ അതിലുള്ളത്? ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഭയങ്കരമായ ഒരു ബ്രെയിൻ വാഷിംഗ് നടക്കുന്ന കാലാണിത്. ഇപ്പൊ റബീഉൽ അവ്വൽ വരിക, അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഹറാമാണോ കുഫറാണോ? അതല്ലാതെ വേറെ അഭിപ്രായത്തിന്റെ അപ്പുറത്തേക്കില്ല. സുബ്ഹാനല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ? നബിയുടെ സ്വഹാബികൾ ചെയ്തോ? താബിഈങ്ങൾ ആരെങ്കിലും ചെയ്തോ? ചോദ്യം കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ല. മലയാളത്തിൽ ഓതിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും പേന്റ് കുപ്പായിട്ടിട്ട് മെഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടോ? ഇല്ല. തലമറക്കാതെ ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും 100-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ നവോത്ഥാനത്തിന്റെ? ഇല്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ഇതിനിപ്പോ എന്താ തെളിവ്? അതന്നെയാണ് ഇതിനും തെളിവ്. ഇത്രയുള്ള വിഷയം എന്തിനാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഫറും ശിർക്കും പറയേണ്ട കാര്യം? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ചെയ്യാത്ത നിങ്ങൾ ചെയ്തു അല്ലേ? എന്താ കുഴപ്പമെന്നറിയോ? എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. എന്തേ? അതിന് നിങ്ങൾക്ക് ന്യായീകരണമുണ്ട്. അതിൽ തിന്മയില്ല എന്ന് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അത്രയുള്ള വിഷയം. അള്ളാഹിന്റെ റസൂലും സഹാബത്തും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. റബീഉൽ അവ്വലിന്റെ സമയം നമ്മൾ എന്താ ചെയ്യുക? അഷ്റഫുൽ ഖൽഖിന്റെ മദ്ഹ് പറയും, നബി തങ്ങളെ പുകഴ്ത്തി പറയും. റബീഉൽ അവ്വലിന്റെ അന്ന് പുകഴ്ത്തി പറഞ്ഞ ശിർക്കാവുന്ന നബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ജനിച്ച നിങ്ങൾ ചെയ്യരുത് നബി പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ പിന്നെ ആ ദിവസം ഒരു അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ ശിർക്ക് വരാ? ഇത് എന്നും പാരായണം ചെയ്യേണ്ട സംഗതിയല്ലേ? നബി അന്ന് വേണ്ട എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇത് ചെയ്യൂല. എന്നാ അന്നെങ്കിലും ആയിക്കോട്ടെ, മിനിമം ആ ദിവസമെങ്കിലും ആയിക്കോട്ടെ അല്ലെ? കുടുംബ സന്ദർശനം എന്നും കൂലുള്ള വിഷയ. കല്യാണം ഉണ്ടാവുമ്പോ എല്ലാരും ഒരുമിച്ച് കൂടി കുടുംബം സന്ദർശിക്കും. നല്ല കാര്യമാണ്. കല്യാണം വേണ്ടെന്ന് വെച്ചാ ഒരു കുടുംബത്തിൽ ഒരിക്കൽ പോലും കൂടൂല. ഒരിക്കലെങ്കിലും സ്വലാത്ത് ചെല്ലാനും ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും കൂടുതൽ നബിയെ ഓർക്കാനും സഹായകല്ലേ? അത് മതി. ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തില്ലേ? എന്താണ് ഇനി നിങ്ങൾക്ക് സംശയം? ഞാൻ അതൊന്ന് പറഞ്ഞുതരാണ്. ഇത് പറഞ്ഞാൽ എന്റെ ബാധ്യതയാണ്. ഇങ്ങനെ ശിർക്കും കുഫറും വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് പറയാം പത്തോട് കുറച്ച് ചെക്കന്മാർ. എന്താണ് ശിർക്ക്? എന്താണ് കുഫർ? അള്ളാഹിന്റെ റസൂലും സ്വഹാബത്തും ചെയ്ത് മാത്രമേ ഇസ്ലാമിലുള്ളൂ. ഞങ്ങൾ പറഞ്ഞേരി, ഈ മലയാളത്തിൽ ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളി, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുത്ബ ഓതാം എന്ന് പറയുന്ന ഏതെങ്കിലും ഹദീസുണ്ടോ? ഇല്ല. നിങ്ങൾ കൊണ്ടുവരി. ഇല്ല. പിന്നെന്താ ഞങ്ങൾ ചെയ്യുന്നത്? അത് പിന്നെ എന്നാ അത് പിന്നെ ഞങ്ങൾക്കും പറയേണ്ടത് തന്നെ. അത് പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹാണി പറയുന്നത്, നബി തങ്ങളുടെ മദ്ഹാണി പറയുന്നത്. നബി തങ്ങളെ മദ്ഹ് പറയുന്നത് ഖുർആൻ പറഞ്ഞു. നബി തങ്ങളെ സ്വലാത്ത് ചെല്ലുന്നത് ഖുർആൻ പറഞ്ഞു. ഒരു നന്മ ചെയ്താൽ എങ്ങനെ ഇസ്ലാമിന് പുറത്തു പോവുക? ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട. നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ. അങ്ങനെ ഇല്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. ഇന്നൊക്കെ നമ്മുടെ സമ്മേളനങ്ങൾ ചെയ്തൊക്കെ കുഫറാന്ന് വരും. നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ മുദ്രാവാക്യങ്ങളൊക്കെ ശിർക്കാന്ന് വരും. അതില്ലല്ലോ. ഇങ്ങനെ ചെറുപ്പക്കാരെ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത് ഒരു ക്ലിപ്പാണ് കാണുമ്പോഴേക്കും പിന്നെ നാട്ടിലെ എല്ലാ ഏർപ്പാടും നിർത്തുക. ഇനി നമ്മൾ ശിർക്കും കുഫറൊന്നും വേണ്ട. ചെറുപ്പക്കാരെ എങ്ങനെ ഇതിൽ ശിർക്ക് വന്നു, എങ്ങനെ കുഫർ വന്നു? അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. ഒരു നന്മയാണ് ഈ നിർത്തിവെക്കുന്നത്. അന്ന് ഗാനമേള നടത്തിയാലും കുഴപ്പമില്ല എന്ന് അവരുടെ അഭിപ്രായം. എന്തേ? മൗലിദ് പാരായണം ചെയ്യേണ്ടത് അത് അള്ളാഹു റസൂലും. എന്താണ് ഈ പറയണത്? സുബ്ഹാനല്ലാഹ്. പൊന്നു മുഅ്മിനീങ്ങൾ, നിങ്ങൾ ചെയ്തോളി. അന്ന് ധൂർത്ത് ചെയ്യേണ്ട, റോഡ് ബ്ലോക്ക് ആക്കണ്ട, അതൊന്നും ചെയ്യാൻ പാടില്ലേ? അത് അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടമല്ലേ? റോഡ് ബ്ലോക്ക് ആക്കരുത്, ധൂർത്ത് ചെയ്യരുത്. സ്വലാത്ത് ചൊല്ലിക്കോ. നബി സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തോളൂ. കുട്ടികൾ പ്രസംഗിക്കട്ടെ ഹബീബിനെ കുറിച്ച്, മദ്ഹ് പറയട്ടെ. ആരാണിത് ഹറാമാണെന്ന് പറഞ്ഞത്? ആരാണിത് ശിർക്കുണ്ടെന്ന് പറഞ്ഞത്? നബിയെ പറ്റി പറയാൻ പാടില്ലേ? അത് ആ ദിവസം അല്ലെങ്കിൽ അതിന് പിറ്റേന്ന് തലേന്നോ എപ്പോഴെങ്കിലും ഒന്ന് ഒരിക്കലും പറയാതിരിക്കുന്ന മനുഷ്യനായി പറയും. ഒരിക്കലെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂലി കിട്ടിയില്ലേ? എന്നും വേണമെങ്കിൽ ചെയ്തോളൂ, അതാ നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരിക്കലേ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും പല തിരക്കുള്ള ആളുകൾ, എല്ലാവരും പല ആവശ്യങ്ങൾക്കും നടക്കുന്ന ആളുകൾ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോ ആയിക്കോട്ടെ. നബിയല്ലേ ഈ പറയുന്നത്? നബിനെ പറ്റില്ല, അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഇത് പറ്റൂലെങ്കിൽ പിന്നെ ആരെ പറ്റി ഞങ്ങൾ പറയാം?
ആരെപ്പറ്റി? നേതാക്കന്മാരെ പറ്റി അനുസ്മരണം നടത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയും. അതിന് ഹദീസും വേണം, തെളിവും വേണം അല്ലേ? അപ്പോ ബിദ്അത്ത്, കുല്ലു ബിദ്അത്തിൻ ഹറാം. ചെറുപ്പക്കാരപ്പ ഹദീസ് ഓതി തരും. എന്തേ കുല്ലു ബിദ്അത്ത്? ഇത് നീയല്ല അർത്ഥം വെക്കേണ്ടത്, ഇത് കിതാബ് പഠിച്ചോ അർത്ഥം. എന്തേ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന് യോജിക്കാത്ത ബിദ്അത്തുകളൊക്കെ എന്ന് അതിനർത്ഥമുള്ളൂ. കുല്ലു എന്ന് പറഞ്ഞാൽ അത്രയും അർത്ഥമുള്ളൂ. ഇത് ഹദീസിന്റെ എക്സ്പേർട്ടുകൾ പറഞ്ഞു തരണതിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനിനെ 30 ജുസുകളാക്കി വെച്ചത് സ്വഹാബികളാണോ? അല്ല. അള്ളാന്റെ റസൂലാണോ ഖുർആനെ 30 ജുസ് ആക്കിയത്? ആണോ? അല്ല. താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും കാലശേഷമല്ലേ ഖുർആനെ ജുസ് ആക്കിയത്. ഓതുന്ന ഖുർആനിൽ 30 ജുസ് ഇല്ലേ? ലോകത്ത് ഏതെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ ബിദ്അത്താണ് ഖുർആൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ മണ്ടത്തരൊന്നും ലോകത്തൊരു മുസ്ലിമും പറയൂല. ഇസ്ലാം ഇങ്ങനെ സങ്കുചിതാക്കല്ലേ. പരിശുദ്ധ ഖുർആനിൽ അക്ഷരങ്ങൾക്ക് ഡോട്ടുകളുണ്ട്, ഹർഫുകളുണ്ട്, പുള്ളികളുണ്ട്. ബാഇന് താഴെ 1, താഇന് 2 പുള്ളി, സാഇന് 3 പുള്ളി മേലെ, ഫതഹും കസ്റും ദമ്മും. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിലുണ്ടോ ഖുർആനിന്? ഇല്ല. ആരാണ്ടാക്കിയത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. തങ്ങളുടെ കാലം കഴിഞ്ഞ് 10-60 കൊല്ലം കഴിഞ്ഞിട്ട് വന്നൊരു ഭരണാധികാരിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആരെങ്കിലും എതിർത്തോ? ശിർക്കാ കുഫ്ര എന്ന് പറഞ്ഞു? ഇല്ല. എന്തേ? ഒരു നല്ല കാര്യമാണ്, അതിനെന്താ കുഴപ്പം? നല്ല വിഷയമാണ്, അതിനെന്താ കുഴപ്പം? ഒക്കെ വിദഅത്താണെന്ന് പറഞ്ഞാൽ എന്താ ശരിയാവുക? മനുഷ്യന്മാർ ഇങ്ങനെയുണ്ടോ പീഡിപ്പിക്കുന്നത്? ദയവ് ചെയ്ത് ഇങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. വാട്സപ്പ് ശൈഖന്മാർ കുറെ ഇറങ്ങിയാണ് ഇപ്പൊ, ഫേസ്ബുക്ക് ശൈഖന്മാർ. നിങ്ങളൊന്നും ഫത്വ കൊടുക്കില്ലേ? അതൊക്കെ ആലിമീങ്ങൾ ചെയ്തോട്ടെ, ആലിമീങ്ങൾ ചെയ്തോട്ടെ. ഒരുമിച്ച് ദുആ ചെയ്യുമ്പോൾ, നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോഴേക്കും ശിർക്ക് കുഫർ ബിദ്അത്ത്, ഈ മൂല്യം ശരിയാവില്ല. എന്താണ് ഈ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കണ്ടാന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വദുബറ കുല്ലി സ്വലാത്തിൻ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്ത ഉത്തരം കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ എല്ലാരും കൂടി ആമീൻ പറഞ്ഞ? മുഅ്മിനീങ്ങൾ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, പടച്ചവനെ ദുനിയാവിൽ നന്മ തരണേ റബ്ബേ, വഫിൽ ആഖിറതി ഹസനതൻ, നാളെ പരലോകത്തും നന്മ താ റബ്ബേ, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ പടച്ചോനെ. അതിന് ആമീൻ പറഞ്ഞ എങ്ങനെയാണോ നീ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ഇസ്ലാമിന്റെ ഉള്ളുക്കല്ലേ വരുന്നത്? ഇസ്ലാമിന്റെ ഉള്ളിക്ക് വരില്ലേ? ഇങ്ങനെ മനുഷ്യന്മാരോട് നബി ചെയ്തോ, സഹാബത്ത് ചെയ്തോ? നബിയും സഹാബത്തും ചെയ്യാത്ത നന്മകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി വൈരുദ്ധ്യമില്ലെങ്കിൽ ഒരു കുഴപ്പം അതിനില്ല. ധൈര്യമായിട്ട് അമല് ചെയ്തോളി. തർക്കിച്ച് കാലം കഴിച്ച് പിന്നെ മയ്യത്ത് കട്ടിൽ വെക്കുമ്പോഴക്കര പടച്ചോ ഞാൻ തർക്കിച്ച് കറച്ചിത് പറ്റൂല എന്ന് ആലോചിച്ച് നടന്ന കാലം കഴിഞ്ഞ്, ഒന്ന് നബിയെ മദ്ഹ് പറയാൻ നേരം കിട്ടിയില്ല, ഒന്ന് ദ്വാരക്കാൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിച്ച് ജീവിതം കഴിക്കണ്ട. ഇപ്പൊ തന്നെ അമല് ചെയ്തു.